ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അത് എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആൽക്കഹോൾ നമ്മുടെ കരളിലാണ് വിഘടിക്കുന്നത്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് എന്നൊരു പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. ഈ ട്രൈഗ്ലിസറൈഡ് ഒരു ചീത്ത കൊഴുപ്പാണ്. ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് കരൾ കോശങ്ങൾക്കിടയിൽ സംഭരിക്കപ്പെടുന്നു. ഇത് കൂടുതൽ ആൽക്കഹോൾ കഴിക്കുമ്പോൾ കൂടുതൽ ട്രൈഗ്ലിസറൈഡ് സംഭരിക്കും. ഈ ട്രൈഗ്ലിസറൈഡ് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാകുന്നു. ക്രമേണ നമ്മുടെ ലിവർ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചത്തുപോകുന്നു. അങ്ങനെയുള്ളിടത്ത് അത് ഹീൽ ചെയ്യുമ്പോൾ ഫൈബ്രോസിസ് ആണ് ഉണ്ടാകുന്നത്. ഈ ഫൈബ്രോസിസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. സിറോസിസ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അസുഖമാണ്. സിറോസിസ് കൂടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കരൾ ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാസിന് ഒരു ഡാമേജ് വരും. പാങ്ക്രിയാറ്റൈറ്റിസ് എന്നൊരു രോഗാവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ വരുന്ന ഒരു രോഗാവസ്ഥയാണ്. അതുകൂടാതെ പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാകുവാനും കാരണമാകുന്നുണ്ട്. അതുകൂടാതെ ഗ്യാസ്ട്രിക് ക്യാൻസർ ഉണ്ടാകാം. ഇങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആൽക്കഹോൾ കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതലായിട്ട് നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പ്രമേഹമുണ്ടെങ്കിൽ അത് കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒബീസിറ്റി ഉണ്ടെങ്കിൽ അത് കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ വരാനും കൂടുതൽ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്.